ഇല്ല, ഞാനിപ്പോഴാണ് ഇത് ഇവരെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ അങ്ങനൊരു സാഹചര്യം അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിക്കാൻ ജനാധിപത്യ രൂപത്തിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതിലിപ്പം നമ്മൾ വേറെ മറ്റു രൂപത്തിലുള്ള പ്രതിഷേധമോ എതിർപ്പോ ഒന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ വിഴുങ്ങുന്ന രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൽ പൊതുവിൽ വരുന്നത്. മുമ്പെല്ലാം വർഗീയചേരികളെ എതിർക്കാൻ സെക്യുലറായി നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകൻ ആ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി ഇന്ന് ഏറ്റവും വലിയ വർഗീയതയുടെ കൂടെ കൂടിയേക്കാം എന്ന് വിചാരിക്കുന്ന രൂപത്തിലേക്ക് വരികയാണ്. ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്ന് രാജ്യത്ത് തത്വത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പാർട്ടി BJPയും RSSുമാണ്. RSSൻ്റെ താത്വികാചാര്യനായിട്ടുള്ള ഗുരുജി ഗോൾവൾക്കർ എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ 20ാം ചാപ്റ്ററിൽ കൃത്യമായി നിർവചിക്കുന്നു, ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന 3 ഘടകങ്ങളാണ്. 1 ഇസ്ലാമികൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 കൂട്ടരെ ഉന്മൂലനാശം ചെയ്തെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്ന് ആശയം എഴുതി വച്ചിരിക്കുന്നതിനെ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് RSSൻ്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള BJP. അത് ഒരു സെക്യുലർ വീക്ഷണമുള്ള ഒരാൾക്ക് അത് നടപ്പാക്കാൻ വേണ്ടി ഒരു പാർട്ടിയിൽ ചേരുന്നു പറയുമ്പോൾ അത്തരൊരു പാർട്ടിയിൽ ചേരുമ്പോൾ അതിൻ്റെ യുക്തി എത്രയായാലും നമുക്ക് മനസ്സിലാവില്ല, അതിൻ്റെ ഔചിത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്നലെ വരെ സെക്യുലറായി നിന്നിരുന്ന ഒരാളിന് അതിലേക്ക് ഇന്ന് കയറി സെക്യുലറാക്കി നാടിനെ മാറ്റാമെന്ന് ധരിക്കുന്നത് എത്ര കണ്ട് ആളുകളെ വിഡ്ഢികളാക്കുന്ന ഒരു നീക്കമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് എവിടെ ശരിയാന്നുള്ളത്. അതിപ്പോൾ നമുക്കാർക്കും വേറൊന്നും പറയാൻ വരില്ല. പാർട്ടിയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു? ഇല്ല, പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു വേദിയിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. മറ്റ് ഉന്നത ഘടകങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. സഹയാത്രികനായിരുന്നു. അദ്ദേഹം ചർച്ചയിലൊക്കെ പങ്കെടുക്കാൻ പോയ രൂപങ്ങളുണ്ട്. അക്കാര്യത്തിലും തർക്കമില്ല. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത സ്ഥാനമൊന്നും പാർട്ടിക്കകത്ത് ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അക്കരപ്പച്ച എന്നുള്ള രൂപത്തിൽ പോകുന്ന ശൈലികൾ സ്വീകരിക്കുന്നവരുണ്ട് പലരും. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ അതിനൊന്നും നമുക്ക് മറുപടി പറയാനില്ല. പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യം സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല.